അൽഹംദുലില്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അറബി മാസത്തിൽ, അതായത് ചന്ദ്രൻ, ആകാശത്തുള്ള ചന്ദ്രൻ ഉദിക്കുന്നതിനനുസരിച്ചിട്ട് മാസം ഇങ്ങനെ പുതിയ മാസം വരുന്നു. അതേതാ മാസം? അത് ഖമരിയായ മാസം. ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, പടിഞ്ഞാറ് ഉദിക്കണ ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ ന്യൂ മൂൺ, പുതിയ ചന്ദ്രൻ, അതിന് ഹിലാൽ എന്നാണ് അറബിയിൽ പറയുക. എന്താ പറയുക? ഹിലാൽ. എന്താ പറയുക? ന്യൂ മൂൺ. അതായത് ഒന്നാമത്തെ രാവിന് കാണുന്ന മാസത്തിൻ്റെ പേരാണ് മുഹറം. ഒന്നാം രാവിന്, അതായത് ദുൽഹിജ്ജ 29 അസ്തമിച്ചതിന് ശേഷം മുഹറം ഒന്നാം രാവിന് കാണുന്ന ആ ന്യൂ മൂണിൻ്റെ പേരാണ് അറബിയിൽ ഹിലാൽ എന്ന് പറയും, അല്ലേ? ഹിലാലിനെ കണ്ടാൽ പിറ്റേന്ന് അറബി മാസം ഒന്നാണ്. അതിനാണ് മുഅ്മിനീങ്ങളെ ഖമരിയായ മാസം എന്ന് പറയുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹിലാലിനെ കാണൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. കണ്ടതിനനുസരിച്ചിട്ടാണ് നമ്മുടെ നഗ്നമായ കണ്ണുകൊണ്ട്, ഈ 2 കണ്ണുകൊണ്ട്, അല്ലാതെ വേറെ മെഷീൻ്റെ സഹായത്തോടെ കാണുകയല്ല. ഈ 2 കണ്ണുകൊണ്ട് കണ്ടാൽ പിറ്റേന്ന് മാസം ഒന്നായിട്ട് കണക്കാക്കുകയാണ്. അങ്ങനെ 12 മാസമുണ്ട്. അതിൽ 12ാമത്തെ മാസത്തിൻ്റെ പേരേതാ? ദുൽഹിജ്ജ മാസമാണ്. അടുത്ത മാസം മുഹറം മാസമാണ്. എന്താ മുഹറം മാസത്തിനെ പറ്റി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ആ ഹദീസ്. ഏതാണ് നബി തങ്ങൾ പറഞ്ഞത്? അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം ഖാല സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പം എന്തേ പറഞ്ഞത്? അഫ്ളലുസ് സിയാം, നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ബഅദ റമളാൻ. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ, അല്ലേ, 12 മാസമുണ്ട്. റമളാനിലെ നോമ്പ് ഫർളായ നോമ്പാണ്. റമളാനിലെ നോമ്പ് ഫർളായ നോമ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠത ഉള്ള മാസം ഏതാണ്? ഷഹറുല്ലാഹി അൽ മുഹറമു, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസമാണ്. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലൈഹി വസല്ലം എന്നല്ല, അലൈഹി വസല്ലം. ഹി എന്ന അക്ഷരം വിട്ടുപോകാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് എന്ത്? അഫ്ളലുസ് സിയാം ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ചൊക്കർ നബി, ഹബീബായ എല്ലാ യോഗ്യതകളുമുള്ള നബി തങ്ങള് നമുക്കൊരു കാര്യവും പറഞ്ഞു തരാതെ പോയിട്ടില്ല. ചൊക്കർ നബി സ്വഹബൊക്കയിലും ഉണർവിക്കല തമിറി ഹക്കന്നുവൈകളിൽ സുത്താര സുവനത്തൂരിൽ അളകൊത്ത മികത്തരി മുത്താൽ ബിനത്തെ സുഖസ്ഥാന കസുറാരുളുമേ വിസ്താരം കസിറാൽ. അള്ളാഹിൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് ചൊക്കർ നബി സ്വഹബൊക്കയിലും, സ്വഹാബത്തിനോട് അള്ളാഹിൻ്റെ റസൂല് പറയാൻ, ചൊക്കർ നബി സ്വഹബൊക്കയിലും ഉണർവിക്കല തമിറി ഹക്കന്നുവൈകളിൽ സുത്താര സുവനത്തൂരിൽ അളകൊത്ത മികത്തരി മുത്താൽ ബിനത്തെ സുഖസ്ഥാന കസുറ അരുളുമേ വിസ്താരം കസിറാൽ. എന്തേ പറഞ്ഞത്? അഫ്ളലുസ് സിയാം. മുത്തുനബി തങ്ങൾ സ്വഹാബത്തിനോട് പറയാൻ, ചൊക്കർ നബി സ്വഹാബൊക്കയിലും സ്വഹാബത്തിനോട് അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്. എന്താ പറഞ്ഞത്? അഫ്ളലുസ് സിയാം എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബഅദ റമളാൻ, ആഫ്റ്റർ റമളാൻ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പേതാ? മുഹറം മാസത്തിലെ നോമ്പാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ നോമ്പുകൾ നോൽക്കാൻ 1 മുതൽ
1 മുതൽ 10 വരെ അല്ല 11 വരെ നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. എത്ര വരെ? 11 വരെ അല്ലേ? എന്തിനാണത് എന്നറിയോ? അതെന്തിനാണ്? ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ പറയുന്നു, വൽ ഹിക്മത്തു മുഖാലഫത്തുൽ ലിൽ യഹൂദി. യഹൂദികൾ 10 മാത്രം നോമ്പെടുത്തവരാണ്, മദീനത്തുള്ള യഹൂദികൾ. അപ്പൊ നമ്മൾ 10 മാത്രം നോമ്പെടുത്താൽ പോരാ. ഒമിൻ സമ്മ ഫത്ഹുൽ മുഈൻ പറയാണ്, ഒമിൻ സമ്മ സുന്ന ലിമൻ ലം യസുംഹു സൗമുൽ ഹദി അശർ ബൽ വഇൻ സ്വാമഹു. മുഹറം 9 നോമ്പെടുത്താലും ബൽ വഇൻ സ്വാമഹു, മുഹറം 10 പുറമെ 9 കൂടി നോമ്പെടുത്താലും നോമ്പെടുത്തിട്ടില്ലെങ്കിലും എന്തും കൂടി സുന്നത്തുണ്ട്. 10 പുറമെ 11 കൂടി നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. എൻ്റെ പെങ്ങന്മാർ, ഒരുപാട് പെങ്ങന്മാർ നമ്മുടെ ആ സ്ത്രീകൾക്ക് വേണ്ടി ഇരിക്കേണ്ട സ്ഥലത്ത് അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പെങ്ങളെ, നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ സഹോദരന്മാരെ 11 തടസ്സമില്ലെങ്കിൽ ഫത്ഹുൽ മുഈൻ പറയാണ് എന്ത്? ബൽ വഇൻ സ്വാമഹു, 10 പുറമെ 9 നോമ്പെടുത്താലും. ആദ്യം പറഞ്ഞു സുന്ന ലിമൻ ലം യസുംഹു, 9 നോമ്പെടുത്തിട്ടില്ലെങ്കിലും. ബൽ വഇൻ സ്വാമഹു, മുഹറം 10 പുറമെ 9 നോമ്പെടുത്താലും സുന്നത്താണ്. സുന്നത്താണ്. എന്ത് സുന്നത്താണ്? സോമുൽ ഹാദി അശർ. എന്ത് എന്ന് പറഞ്ഞാൽ 11 കൂടി നോമ്പെടുക്കൽ സുന്നത്താണ് എന്നർത്ഥം. അപ്പൊ അത് കണ്ട, കുറെ ആൾക്കാർക്ക് അത് അറിയില്ല. എന്തറിയില്ല? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഈ വിഷയത്തിൽ അവിടെ ഇആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ പറയുന്നത് കാണാം, സൂമൂ യൗമൻ ഖബ്ലഹു, 10 മുമ്പുള്ള ദിവസത്തിലും നിങ്ങൾ നോമ്പെടുക്കണേ. യൗമൻ ഖബ്ലഹു ഔ കമാ ഖാല യൗമൻ ബഅദഹു വ യൗമൻ ഖബ്ലഹു. ആ 10 മുമ്പുള്ള ദിവസം, അതായത് 9-നും 10 ശേഷമുള്ള ദിവസത്തിലും നിങ്ങൾ നോമ്പെടുക്കണം. 10 ശേഷം എന്ന് പറഞ്ഞാൽ 11. എന്താ കാരണം? യഹൂദികൾ 10 മാത്രം നോമ്പെടുത്തവരാണ്. അപ്പോൾ നമ്മൾ 10 മാത്രം നോമ്പെടുത്താൽ പോരാ. നമ്മളെന്ത് വേണം? 11-നും പിന്നെന്തിനും വേണം? 11 മാത്രം പോരാ, 9. അതിന് 10 മുമ്പും വേണം, 10 ശേഷം വേണം, 10-നും വേണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. തൗഫീഖ്, നോമ്പ് നോൽക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്.